രാഹുൽ ഗാന്ധി എന്തിനവിടേക്ക് പോകുന്നു എന്നുള്ളതാണ് BJP ചോദിക്കുന്ന ചോദ്യം. അണയുന്ന കനലുകൾ ഊതി കത്തിക്കാനാണോ, എരിതീയിൽ എണ്ണ ഒഴിക്കാനാണോ എന്നുള്ളതാണ് BJP ചോദിക്കുന്ന ചോദ്യം. അങ്ങനെ രാജ്യത്ത് അങ്ങേയറ്റം കലുഷിതമായ ഒരു സാഹചര്യമുള്ള ഇടത്ത് പോകരുത് എന്നൊരു തിട്ടൂരം വന്നാൽ അത് കേൾക്കേണ്ട ആളാണോ രാഹുൽ ഗാന്ധി? അഭിലാഷേ, BJPയും അതോടൊപ്പം തന്നെ ഈ രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദി അടക്കമുള്ള ആളുകൾക്ക് ഇപ്പോഴും ശ്രീ രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവായി എന്നത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും അദ്ദേഹത്തോട് എടുക്കുന്ന ഒരു സമീപനം എന്ന് പറയുന്നത് മുൻകാലങ്ങളിലുള്ള സമീപനമാണ് അദ്ദേഹത്തിനോട് സ്വീകരിക്കുന്നത്. ഇവിടെ ജയേന്ദ്രൻ മാഷ് പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ തോന്നും ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു പരിപാടിയുമായി അല്ലെങ്കിൽ ഇങ്ങനെ ചില പ്രശ്നങ്ങൾ രാജ്യത്തുണ്ടാകുമ്പോൾ ശ്രീ രാഹുൽ ഗാന്ധി അവിടെയൊക്കെ പോകുന്നത്. നമുക്കറിയാം, ഹത്രസ് അടക്കമുള്ള വിഷയങ്ങൾ നമുക്കറിയാം, നമ്മുടെ മുമ്പിലുണ്ട്. ആ സാഹചര്യത്തിലൊക്കെ തന്നെ നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ അല്ലെങ്കിൽ അതിനുമായി ബന്ധപ്പെട്ട ആ പ്രശ്നവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകൾ അവർക്ക് ഒരു വിഷമഘട്ടത്തിൽ അവരെ ആശ്വസിപ്പിക്കുവാനായിട്ട് എല്ലാ കാലത്തും ശ്രീ രാഹുൽ ഗാന്ധി ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹം പ്രതിപക്ഷ നേതാവാകുന്നതിന് മുമ്പും അദ്ദേഹത്തിൻ്റെ സമീപനത്തിനകത്ത് ഒരു വ്യത്യാസവുമില്ല. ഇപ്പോൾ അദ്ദേഹത്തിന് കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഉണ്ടായിരിക്കുന്നു. അദ്ദേഹം കൂടുതൽ ഉത്തരവാദിത്തത്തോടു കൂടി അദ്ദേഹം സർക്കാരിൻ്റെ ഭാഗമാണ്. പ്രതിപക്ഷ നേതാവ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം സർക്കാരിൻ്റെ ഭാഗം കൂടിയാണ്. അങ്ങനെ ഒരാളെ, അതാണെന്ന് അദ്ദേഹം പറഞ്ഞത്, ഈ ഭരണഘടന എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടന നമുക്കറിയാം. 75 വർഷം ഭരണഘടന ഉണ്ടായതിൻ്റെ 75 വർഷം നമ്മൾ ആചരിച്ച് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ ഈ രാജ്യത്തിൻ്റെ ഭരണഘടന മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങളൊന്നും തന്നെ, അല്ലെങ്കിൽ അതിനകത്ത് നൽകേണ്ട ആ ഭരണഘടന നൽകുന്ന സംരക്ഷണം പോലും ഇന്ന് രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവിന് അവിടെ ലഭിച്ചിട്ടുള്ള. നിങ്ങളൊരു വ്യക്തി എന്ന നിലയിൽ അദ്ദേഹത്തിനെ മാറ്റി നിർത്തിക്കോളൂ, ചിലപ്പോൾ അതിനെ നിങ്ങൾക്ക് മാറ്റി നിർത്താൻ സാധിക്കും. പക്ഷേ ഇവിടെ ഏറ്റവും പ്രധാന പ്രശ്നം എന്താണ്? പ്രശ്നം അദ്ദേഹം രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവാണെന്നാണ്. ഈ രാജ്യത്ത് 5 പേർ മരണപ്പെട്ട ഒരു സംഭവത്തിൽ അവിടെ പോയി എന്താണ് സംഭവിച്ചതെന്ന്, അതിൻ്റെ നിജസ്ഥിതി എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ഉത്തരവാദിത്വം ഈ രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവിനുണ്ട്. അതിന് BJPയുടെ തിട്ടൂരം നമ്മൾക്ക് ആവശ്യമില്ല. അതുകൊണ്ട് അദ്ദേഹം അവിടെ പോയി അദ്ദേഹത്തെ തടഞ്ഞു. സ്വാഭാവികമായിട്ടും നിങ്ങൾ മജിസ്ട്രേറ്റാണ് തടഞ്ഞത്. ഞങ്ങൾക്ക് മജിസ്ട്രേറ്റ് ആരാണ്? മജിസ്ട്രേറ്റ് ഏതിൻ്റെ ഭാഗമാണ്? ഏത് സർക്കാരിൻ്റെ ഭാഗമാണ്? ഇതൊക്കെ രാജ്യത്തെ ജനങ്ങൾക്കറിയാമല്ലോ. അതുകൊണ്ട് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇനിയും പ്രതിപക്ഷ നേതാവ് ഇങ്ങനെയുള്ള കാര്യത്തിൽ ഇടപെടും. അത് അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം നിങ്ങൾ തടഞ്ഞോളൂ. അത് ഈ രാജ്യത്തെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ.